നമ്മുടെ തോട്ടത്തിലെ ചീര വിളവെടുപ്പാണെന്ന്. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ ചീര വിളവെടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചീരയുടെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ചീരയ്ക്ക് എന്താണ് വളം കൊടുത്തത്, കാരണം നല്ല രീതിയിൽ ഉഷാറോടി പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് അടിവളം മാത്രമാണ് ഇപ്പം നിലവിൽ ചെയ്തേക്കുന്നത്. അതായത് ചാണപ്പൊടി, കോഴിക്കാട്ടം, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ചാണകം കലക്കി അങ്ങനെ കൊഴിച്ച് അങ്ങനെയൊക്കെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളൂ. വേറെ എക്സ്ട്രാ ഇതൊന്നും ചെയ്തിട്ടുള്ള. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇത് നല്ല സൂപ്പറായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് വിളവ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ചിലയിലൊക്കെ വിത്തിട്ട് തുടങ്ങി. അപ്പോൾ വിത്തിടുന്നതിന് മുമ്പ് തന്നെ നമുക്കത് പറിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ആയില്ല. പിന്നെ ഇന്നിപ്പോൾ ഞാനിത് പറിക്കുന്നത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടും പിന്നെ നോക്കിയപ്പോൾ കുറേ എണ്ണം വിത്തൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ ഇത് നമ്മൾ തൊട്ടടുത്ത അയൽവക്കത്തെ വീടുകൾക്കൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് മുറിക്കണത്. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചീര എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പാക്കറ്റ് ചീര വിത്ത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഡെയിലി നമുക്ക് ഇലക്കറിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ചീര. അപ്പോൾ ഞാനിത് ഒരു പാക്കറ്റ് മുഴുവൻ തന്നെ പാവി അതിനുശേഷം പറിച്ച് നട്ടിട്ടാണ് ഇത്രയും പെരുത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഐറ്റം. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമാണെങ്കിൽ ജസ്റ്റ് ഒരു പകുതി പാക്കറ്റോളം മാത്രം ചെയ്താൽ മതി. പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവർക്കും എൻ്റെ കൂട്ടുകാരന്മാർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇത് പറിക്കണത്. കാരണം ഇത് നമ്മൾ വെറുതെ ഉണ്ടായി പോയിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ചുറ്റുവട്ടുള്ളവർക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് വിളവെടുത്ത് നമുക്കൊരു സന്തോഷം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനും എൻ്റെ കൊച്ചും വൈഫും എല്ലാവരും കൂടിയാണ് ഇതിപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പിന് വേണ്ടി വന്നേക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് നമുക്കിത് ഇങ്ങനെ കാണുമ്പോൾ. കാരണം കണ്ണിറയെ നമുക്ക് ഐറ്റം ഇങ്ങനെ സൂപ്പറായിട്ട് വിളവെടുത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നമുക്കിത് വരുന്നത്. നിങ്ങളും എല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം, ഒരു പ്രാവശ്യമെങ്കിലും ഒരു ചീരവത്ത് നിങ്ങൾ പാവിയിരിക്കണം. കാരണം അത്രയ്ക്കും നമുക്കൊരു മനസ്സിന് സന്തോഷമാണ്. കാരണം ഞാനിത് ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് കാലത്ത് തന്നെ ചെയ്യുന്നൊരു പണിയാണ്. ഒരു ഡെയിലി അരമണിക്കൂർ കാലത്ത് തന്നെ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഒരു അരമണിക്കൂർ ഒരു ഇത് ടൈം കൊടുക്കുന്നത്. അധികം സമയമൊന്നും വേണ്ട നമുക്കിത്. പച്ചക്കറി തോട്ടം നമുക്ക്, കാരണം ഇത് നമ്മൾ ഈ ഇലക്കറി ഡയറക്റ്റായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ അതിൽ എന്തൊക്കെ വിഷം ഇട്ടിട്ടുണ്ട് കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വിഷമില്ലാത്ത മായമില്ലാത്തൊരു ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഒരു ചീര വിളവെടുപ്പിന്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്തായാലും. ചീര കൃഷിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് അയക്കാം. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, സൈനിങ് ഓഫ് റിൻഷിൽ വ്ളോഗ്സ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. താങ്ക് യു ഓൾ.